ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇത്രയും ചെയ്യുമ്പോഴേക്കും സഫീഷ്യൻ്റ് ആവും. ഇത്രയും ആദ്യം നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. ഏത് ക്വസ്റ്റ്യൻ വന്ന രീതിയിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ മെമ്മറി റിക്വസ്റ്റുകൾ ഞാനത് ക്വസ്റ്റ്യനായിട്ട് അങ്ങനെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടാൽ അറിയാമല്ലോ, കുറേ മെമ്മറി ബ്ലോക്സ് ഇതിൻ്റെ സൈസ് ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രോസസ്സിൻ്റെ റിക്വസ്റ്റുകൾ വന്നിരിക്കുന്നത് 22, 10, 42, 31 എന്നുള്ള ഓർഡറിലാണ്. അപ്പോൾ അതിനെങ്ങനെയായിരിക്കും സിസ്റ്റം ഈ 3 മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജീസും വെച്ച് ഡീൽ ചെയ്യുന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ഈ മെമ്മറി ബ്ലോക്സുകളെല്ലാം തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ എഴുതി വെച്ചു. 60, 25, 12, 20, 35, 45 ആൻഡ് 40. എന്നിട്ട് ഓരോ റിക്വസ്റ്റുകളും നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഫസ്റ്റ് ഫിറ്റാണ്. ഫസ്റ്റ് ഫിറ്റിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് ബ്ലോക്കിനെ നമ്മൾ ആദ്യം കാണുന്ന ബ്ലോക്കിൽ സ്യൂട്ട് ആവുമോ നോക്കി, ആവുമെങ്കിൽ അവിടെ നിന്ന് പ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ബ്ലോക്ക് എന്താണ്, 60യുടെ ബ്ലോക്ക്. അപ്പോൾ 60ക്കകത്ത് 22 പ്ലേസ് ചെയ്യാൻ പറ്റുമല്ലോ, പറ്റും. പിന്നെ നമുക്ക് ബാക്കി എത്രയുള്ളത്, ഒരു 38 അവിടെ കിടപ്പുണ്ട്. ആ 38നെ അങ്ങനെ തന്നെ വിടുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിക്വസ്റ്റിനെ ആര് ഹോൾഡ് ചെയ്തു, 22 എന്നുള്ള ഒരു റിക്വസ്റ്റിനെ ആര് ഹോൾഡ് ചെയ്തു, 60 ഹോൾഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വരുന്ന രണ്ടാമത്തെ റിക്വസ്റ്റിനെ ഇനി നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്, എപ്പോഴും നമ്മൾ സ്കാൻ ചെയ്യുന്നത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മളിനി കാണുമ്പോഴേക്കും ഓൾറെഡി 60ക്കകത്തുള്ള ഒരു പോർഷൻ 22 ബ്ലോക്ക് ഓൾറെഡി യൂസ്ഡ് ആണ്. പക്ഷേ ബാക്കിയുള്ള 60യുടെ ബാക്കിയായിട്ടുള്ള 32 KB സൈസിലുള്ള ആ ഒരു ഫ്രാഗ്മെൻറ്റ്, ആ ഒരു മെമ്മറി ബ്ലോക്ക് അവിടെ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നമ്മൾ കാണുന്ന മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 38 ആണ്. സോ 38നകത്ത് 10നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമല്ലോ, പറ്റും. അപ്പോൾ എന്ത് ചെയ്തു, 10നെ എടുത്ത് നമ്മൾ 38 എന്നുള്ള റിമൈനിങ് പോർഷനിലേക്ക് നമ്മൾ ഫിൽ ഔട്ട് ചെയ്ത് വെച്ചു, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അത് കഴിയുമ്പോഴേക്കും ആര് വന്നു, 42 വന്നു. 42നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അതിനകത്ത് ഏത് മെമ്മറി ബ്ലോക്കിൽ നമുക്ക് ഫിറ്റ് ആവുന്ന. ഓൾറെഡി 60 കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 25നകത്ത് സ്യൂട്ട് ആവത്തില്ല, 12ൽ സ്യൂട്ട് ആവത്തില്ല, 20ൽ സ്യൂട്ട് ആവത്തില്ല, 35ൽ സ്യൂട്ട് ആവത്തില്ല, 45ൽ സ്യൂട്ട് ആവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 42നെ എടുത്ത് അവിടെ വെച്ചു, 45 എന്നുള്ള ബ്ലോക്കിൽ വെച്ചു. നെക്സ്റ്റ് വന്ന റിക്വസ്റ്റ് എന്താണ്, 31ന് വേണ്ടിയിട്ടാണ്. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ലെഫ്റ്റ് നിന്ന് സ്കാൻ ചെയ്യും. 60 കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ദെൻ 25 യൂസ് ചെയ്യാൻ പറ്റില്ല. 12 നമ്മൾ നെക്സ്റ്റ് 25 ആയിട്ട് നോക്കുമ്പോഴേക്കും 25നേക്കാളും ഹയർ വാല്യൂ ആണ് 31. സോ നമുക്ക് 25ൽ ഫിറ്റ് ആവില്ല. ദെൻ 12ആയിട്ട് 31 കമ്പയർ ചെയ്യും, അവിടെയും സൂട്ട് ആവില്ല. ദെൻ 20 ആയിട്ട് കമ്പയർ ചെയ്യും, അവിടെയും സൂട്ട് ആവില്ല. ദെൻ നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് 35 ആണ്. സോ 35Kയിൽ നമുക്ക് 31നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ 31 ഇവിടെ നമുക്ക് പ്ലേസ്ഡ് ആവും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഫസ്റ്റ് ഫിറ്റ് കഴിയുമ്പോഴേക്കും ഓൾ ദ റിക്വസ്റ്റ്. നമ്മൾ ഇതുവരെ പഠിക്കാത്ത പുതിയൊരെണ്ണം ഇൻ കേസ് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുവാണെങ്കിൽ എക്സ്ട്രാ പോയിൻ്റായിട്ട് പറയുന്നതാണ് നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നൊരു ടെക്നിക്ക്. നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു എലമെൻറ്റ് നോക്കി പോകുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ആ ബ്ലോക്ക് ഒരു തവണ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു ബ്ലോക്കിനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ പോർഷൻ റിമൈനിങ് ആയിട്ടുണ്ടെങ്കിലും ആ സ്പേസിനെ നമ്മൾ വീണ്ടും നോക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്തൊരു പ്രോസസ്സാണ് നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. സോ നമ്മൾ നേരത്തെ ഇതുപോലെ 60, 25, 12, 25, 35, 45, 40 എന്നുള്ള മെമ്മറി ബ്ലോക്കുകളെല്ലാം ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി വയ്ക്കുക. ഫസ്റ്റ് റിക്വസ്റ്റ് വന്നു, വാട്ട് ഇസ് ദാറ്റ്, 22 വരുമ്പോഴേക്കും 22 ഫിറ്റ് ആവുന്ന ആദ്യത്തെ ബ്ലോക്കിൽ തന്നെ 22നെ ഫിറ്റ് ചെയ്യിക്കാൻ പറ്റും. ബിക്കോസ് 60 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 22. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 60കകത്തേക്ക് 22നെ എടുത്ത് പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിനി രണ്ടാമത്തെ റിക്വസ്റ്റ് വന്നു. നമ്മൾ എങ്ങനെയായിരുന്നു നേരത്തെ ഹാൻഡിൽ ചെയ്തത്, നമ്മൾ ആദ്യം കണ്ട ബ്ലോക്ക് 60കകത്ത് 22 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി 38 അവിടെ റിമൈൻ ചെയ്യുന്നുണ്ട്. ആ ബ്ലോക്കിനെ നമുക്കവിടെ യൂസ് ചെയ്യായിരുന്നു. എന്തിൻ്റെ കേസിലാണെങ്കിലാണ്, ഫസ്റ്റ് ഫിറ്റ് ആയിരുന്നെങ്കിൽ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, നെക്സ്റ്റ് ഫിറ്റ്. നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഈ ഒരു 60 എന്നുള്ള ബ്ലോക്കിലേക്ക് നമുക്കിനി നോക്കിയേയില്ല. 60 ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത ബ്ലോക്കാണ്. 60 ഒഴികെയുള്ള ബ്ലോക്കുകളെയാണ് നമ്മളിനി സെർച്ച് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണുന്ന ആരെയാണ്, 25നെ കാണുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, 25നെ നമുക്ക് 10നെ പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ബിക്കോസ് 25 ഈസ് ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ ബ്ലോക്കായിട്ടുള്ള 25നെ എടുത്ത് അവിടെ നമ്മൾ ആരെ ഹോൾഡ് ചെയ്തു, 20യെ നമ്മൾ പ്ലേസ് ചെയ്തു, 10നെ നമ്മൾ പ്ലേസ് ചെയ്തു. ഓക്കെ അല്ലേ. അത് കഴിയുമ്പോഴേക്കും അടുത്ത റിക്വസ്റ്റ് വരും. അതിൻ്റെ സൈസ് എത്രയാണ്, 42 ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ഇവിടെ തൊട്ടാണ് 12 തൊട്ടാണ് നമ്മളിനി നോക്കുന്നത്. 12, 20, 35, 45, 40 ഈ ഓർഡറിൽ വേണം നമ്മൾ നോക്കിപ്പോകാൻ. അങ്ങനെ പോകുന്ന വഴിക്ക് 45 എന്ന് പറഞ്ഞാൽ എന്താണ്, 42നെ ഹോൾഡ് ചെയ്യാനായിട്ട് സഫീഷ്യൻ്റ് ആണെന്ന് മനസ്സിലായി. സോ നമ്മളവിടെ 42നെ എടുത്ത് പ്ലേസ് ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, 31 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എവിടെ നിന്നാണ് നോക്കുന്നത്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, 45ലാണ്. അതിന് ശേഷമുള്ള ലൊക്കേഷൻ തൊട്ട് നോക്കും. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, 40 ആണുള്ളത്. 40കകത്ത് നമുക്ക് 31നെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ 30 വിൽ ബി പ്ലേസ്ഡ് ഇൻ ദിസ് കറസ്പോണ്ടിങ് മെമ്മറി ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നെക്സ്റ്റ് ഫിറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി ബെസ്റ്റ് ഫിറ്റ് എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോഴേക്കും എല്ലാ എലമെൻസും അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ആദ്യത്തെ റിക്വസ്റ്റ് 22 ആണ്. സോ നമ്മൾ ആദ്യം കണ്ട ആരായിരുന്നു, 60 ആയിരുന്നു. അപ്പം 60 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് അറിയാത്തത് നമ്മുടെ 20 റേഞ്ചിനേക്കാളും വളരെ കൂടുതലാണ് 60 എന്ന് പറയുന്നത്. അപ്പോൾ 22ന് ഏറ്റവും നിയറിങ് ആയിട്ടുള്ള 20s നിൽക്കുന്ന ബ്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 20s നിൽക്കുന്ന 2 ബ്ലോക്കാണ് ഉള്ളത്, 20 ഉണ്ട്, 25 ഉണ്ട്. 20 ഈസ് സ്മോളർ ദാൻ 22. സോ നമുക്ക് 20 യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഏറ്റവും നിയറിങ് ആയിട്ട് വരുന്ന ആരാണ്, 25 ആണ്. സോ ആ ഒരു ബ്ലോക്കിന് നമുക്ക് ഈ ഒരു റിക്വസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാം.
അപ്പോൾ നെക്സ്റ്റ് വരുന്ന ആരാണ് 10 വരുമ്പോഴേക്കും നമ്മൾ 60 ഒക്കെ വളരെ ലാർജാണ്. നമ്മളിതിനകത്ത് ഏറ്റവും 10ഉമായിട്ട് നിയറിങ് ആയിട്ടുള്ള ഏതാ ലൊക്കേഷൻ ഉള്ളത്, മെമ്മറി ബ്ലോക്ക് ഏതാണെന്നുള്ളത് നോക്കും. ലൊക്കേഷൻ അല്ല, മെമ്മറി ബ്ലോക്ക് ഏതാണെന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഏതാണ്, 25 ഓൾറെഡി ഫിൽഡ് ആണ്. 12 ഉണ്ട്. 12 എന്ന് പറയുമ്പോഴേക്കും 10നെ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, 10നെ നമുക്ക് 12 എന്നുള്ള മെമ്മറി ബ്ലോക്കിലേക്ക് അസൈൻ ചെയ്യാം. അടുത്തായിട്ട് വരുന്നത് എന്താണ്, 42 വരും. 42 വരുന്ന സമയത്ത് ബാക്കി 60 ഹ്യൂജാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പിന്നെ കാണുന്ന 35നെ കാണും, ഗ്രേറ്റർ ദാൻ 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 42. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്, 45 ആണുള്ളത്. അപ്പോൾ 45 ഇറ്റ്സ് ആപ്റ്റ് ഫോർ ദിസ് 42. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 42 എടുത്ത് നമ്മൾ 45ൻ്റെ ബ്ലോക്കിലേക്ക് വെക്കും. ഇനി അടുത്ത് എന്താ, 31 കാണും. സോ നിയറിങ് ടു 31 ആയിട്ടുള്ള ഏറ്റവും ക്ലോസസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ 40 ഉണ്ട്, 35 ഉണ്ട് ഫിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ 35നായിട്ട് ഏറ്റവും നിയറിങ് ആയിട്ട് നിൽക്കുന്നത് മീൻസ് 31ആയിട്ട് ഏറ്റവും നിയറിങ് ആയിട്ട് നിൽക്കുന്ന ആരാണ്, 35 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, 31 എടുത്ത് നമ്മൾ 35ൻ്റെ ബ്ലോക്കിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഫിറ്റ് സ്ട്രാറ്റജി. ഇനി വേസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയായിരുന്നു ചെയ്തിരുന്നതെന്ന് ഓർമ്മയുണ്ടോ, നമ്മുടെ കയ്യിലുള്ള എല്ലാ മെമ്മറി ഫ്രാഗ്മെൻസിനെയും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മെമ്മറി ബ്ലോക്സിനെയും നമ്മൾ എന്ത് ചെയ്യും, ആദ്യം മീൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം വരുന്ന റിക്വസ്റ്റിനെ നമ്മൾ എങ്ങനെയായിരിക്കും അസൈൻ ചെയ്യുന്നത്, ഈ മെമ്മറി ബ്ലോക്കിലെ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏതാണോ അതായിരിക്കും ഫസ്റ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അലോട്ട് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 22 ആണ്. 22ന് വേണ്ടി അലോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ഈ മെമ്മറി ബ്ലോക്കിലെ ഏറ്റവും ലാർജസ്റ്റ് വൺ. വാട്ട് ഇസ് ദാറ്റ്, 60. സോ 60ൽ നമ്മൾ ആരെ കൊടുക്കും, 22നെ കൊടുക്കും. നെക്സ്റ്റ് വരുന്നത് എന്താണ്, 10. വെറും 10Kക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് മെമ്മറി ബ്ലോക്കിനെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 10ന് വേണ്ടിയിട്ട് ഇതിനകത്തുള്ള നെക്സ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരിൽ ഏറ്റവും രണ്ടാമത് വരുന്ന വാല്യൂ എന്താണ്, 45 ആണ്. സോ 45 വിൽ ബി അലോക്കേറ്റഡ് ഫോർ ദിസ് വാല്യൂ 10. അടുത്ത ആര് വരും, 42 വരും. 42 വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഓൾറെഡി 45 പോയി കഴിഞ്ഞു. ഇനി നമുക്ക് 40 ഹയർ ദാൻ 42 ആയിട്ടുള്ള ഒരു വാല്യൂ ഇല്ല. സോ ഇറ്റ് വിൽ ഹാവ് ടു വെയിറ്റ്. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് സ്റ്റേജിലേക്ക് വിടും. ഇതിന് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് എപ്പോഴാണോ ഈ ഒരു ബ്ലോക്ക് ഫ്രീ ആവുന്നത് അതുവരെ എന്ത് ചെയ്യേണ്ടി വരും, 42ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഈ സ്പേസ് ഇല്ലാഞ്ഞിട്ടാണോ, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, പക്ഷേ നമ്മളതിനെ മാനേജ് ചെയ്തത് എഫക്റ്റീവ് വെയിലല്ല അല്ലേ. അടുത്ത് വരുന്ന റിക്വസ്റ്റ് എന്താണ്, 31 എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇപ്പോഴത്തെ നോക്കണം, 60 45 വരെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എന്താണ്, 40 ഉണ്ട് അല്ലേ. സോ തേർഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 40 ആണ്. സോ അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 40 എന്നുള്ള ബ്ലോക്കിലേക്ക് നമ്മൾ ആരെ അസൈൻ ചെയ്യും, 31നെ അസൈൻ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ അലോക്കേഷൻ എന്ന് പറയുന്നത്. വരുന്ന ഓരോ പ്രോസസ്സിനെയും മെമ്മറി ബ്ലോക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. 3 സ്ട്രാറ്റജീസാണ് നമ്മൾ മെയിൻലി പഠിച്ചത്. എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് ഫിറ്റ് ഉണ്ട്, ബെസ്റ്റ് ഫിറ്റ് ഉണ്ട്, വേസ്റ്റ് ഫിറ്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആരാണ്, ബെസ്റ്റ് ഫിറ്റ് ആണ്. ഓക്കെ, ഇനി ഇപ്പോൾ ബാക്കി വേസ്റ്റ് ഫിറ്റും ഫസ്റ്റ് ഫിറ്റും കമ്പയർ ചെയ്യുമ്പോഴേക്കും അതിൽ ബെറ്റർ ആയിട്ടുള്ളത് ആരാണ്, ഫസ്റ്റ് ഫിറ്റ് ആയിരിക്കും. ഏറ്റവും മോശം പെർഫോമറാണ് വേസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അഡീഷണലി ഒരു പോയിന്റ് കൂടെ പഠിച്ചു, നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫസ്റ്റ് ഫിറ്റ് പോലെ വർക്ക് ചെയ്യുവാണ്. അതായത് ഒരു മെമ്മറി ബ്ലോക്ക് ഫ്രീ ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി നമുക്ക് പ്ലേസ് ചെയ്യാം. പക്ഷേ ഒരു തവണ നമ്മൾ എവിടെയാണോ നമ്മൾ ലാസ്റ്റ് നമ്മളൊരു റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്ത ബ്ലോക്ക്, അതിന് ശേഷം റൈറ്റോട്ടുള്ള വാല്യൂവിനെ മാത്രമേ നമ്മൾ പിന്നീട് നോക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെമ്മറി അലോക്കേഷൻ സ്കീംസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സഫീഷ്യൻ്റ് ആവും. ഓൾറെഡി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്കത് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയാവും. ഓക്കെ.